Hello everyone, welcome to Attendant Malayalam channel. അതുപോലെ വെൽക്കം ടു ബാങ്കേഴ്സ് Attendant മലയാളം ചാനൽ. നമ്മുടെ രണ്ട് ചാനലിലും ക്ലാസ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ സെഷൻ. ഇന്ന് നമ്മൾ SSC CGL CHSL പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് സെഷൻസിന്റെ പ്രാക്ടീസ് സെറ്റ് നാലാമത്തെ ആണ്. നമ്മൾ ഇന്ന് സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് കുറച്ച് സെന്റൻസ് റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പാരാജംബിൾസ് പഠിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ CGL എക്സാമിനൊക്കെ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ചുകൂടെ രീതിയിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് അതിൽ പാരാജംബിൾസ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ CGL എക്സാം വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ ജൂലൈ മാസത്തിൽ നമ്മുടെ CHSL എക്സാം വരികയാണ്. ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ CHSL എക്സാം വരികയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കാൻ ഒരുപാടുണ്ട്, സമയം കളയാനില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം വൺസ് അഗൈൻ. അപ്പോൾ നമ്മൾ ഉഷാറല്ലേ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഡെയിലി ബേസിസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ Attendant ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് ഡെയിലി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. എഡിറ്റോറിയൽ വേർഡ്സും അതുപോലെ തന്നെ ഡെയിലി സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസും എക്സാം വൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അറ്റൻഡ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. നമുക്കൊരു ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, സ്റ്റാർട്ടർ തന്നിട്ടുണ്ട്, ജീനോം വൈഡ്, ശേഷം P with metabolites that influence traits like flavor, disease resistance and texture, analysis of each apple enabled, identification of genetic markers associated. നോക്കുക, ഇതിൽ ഏതാണ് കോമ്പിനേഷൻ, കറക്റ്റ് കോമ്പിനേഷൻ? PQRS, QRPS, RSPQ, QRSP. ഗുഡ് ഈവനിങ്. നോക്കിയോ കേട്ടോ, ആൻസറിലോട്ട് വരും. ഓക്കെ, ഓപ്ഷനിലോട്ട് വരട്ടെ. ഓപ്പണിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിനോട് വേണ്ടി നോക്കണ്ട. ഇത് പാരാജംബിൾസിലേക്ക് ഇതാണ്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് അല്ല, പാരാജംബിൾഡ് ആണ്. അപ്പം നമുക്ക് ഓപ്പണിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നെക്സ്റ്റ് അതിന്റെ കണക്ഷനിലോട്ട് നോക്കാം. ജീനോം വൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? വിത്ത് കൊടുക്കാൻ പറ്റില്ല, പിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ജീനോം വൈഡ് കഴിഞ്ഞിട്ട് നൗൺ ഇല്ലാതെ നമ്മൾ എന്ത് വെറുതെ വിത്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം പി എന്തായാലും ഞാൻ അവിടെ കൊടുക്കാൻ അനുവദിക്കില്ല, നമുക്ക് പറ്റില്ല. വേണം നമുക്ക് ക്യൂ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് R കൊടുക്കാം അല്ലേ. ജീനോവൈഡ് അനാലിസിസ് ഓഫ് ഈച്ച് ആപ്പിൾ എനേബിൾഡ്, R നോക്കണോ? എനേബിൾഡ് കഴിഞ്ഞിട്ട് എന്ത് വരണം? ഐഡന്റിഫിക്കേഷൻ ഓഫ് ജനറ്റിക് മാർക്കേഴ്സ് അസോസിയേറ്റഡ് വിത്ത് മെറ്റബോളൈറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ട്രേറ്റ്സ് ലൈക്ക് ഫ്ലേവർ, ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് ടെക്സ്ചർ. ഇറ്റ് മേക്ക് സെൻസ് അല്ലേ? കാര്യം അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സംതിങ് ദാറ്റ് അസോസിയേറ്റ് വിത്ത് ഫിക്സഡ് പ്രൊപ്പോസിഷനാണ്. എസും ക്യൂവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? എസും ക്യൂവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ S and Q are connected ആണല്ലോ. അസോസിയേറ്റഡ് വിത്ത് എന്ന് പറയില്ല നമ്മൾ. അപ്പൊ നമുക്ക് എന്തായാലും SP എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ആയിട്ട് കൂട്ടിക്കൂടെ? SP എന്ന് പറയുന്നത് ഇവിടെ രണ്ട് SP കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ട് നമുക്ക് നോക്കാം. ഇനി ഇത് കറക്റ്റ് ആണെങ്കിലോ അല്ലേ? അപ്പൊ ക്യൂ കൂടെ നാലാമത്തെ കൂടെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ജീനോം വൈഡ്, ട്രേറ്റ്സ് ലൈക്ക് ഫ്ലേവർ, disease resistance and texture, analysis of each texture analysis of each apple enabled, identification of genetic markers associated with metabolites that influence what? That influence എന്ത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഫോർത്ത് കൊടുക്കാൻ പറ്റില്ല. സോ ആൻസർ വിൽ ബി ആൻഡ് ഈസ് RSPQ. മനസ്സിലായോ? എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുന്നത് മനസ്സിലായോ? നമ്മൾ നോക്കുക, രണ്ട് കോമ്പിനേഷൻ ഉണ്ട്. RSന്റെ രണ്ട് കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ രണ്ട് ഏതെങ്കിലും പേരന്റ് രണ്ട് കോമ്പിനേഷൻ വരികയാണെങ്കിൽ നോക്കുക, വായിച്ചു നോക്കുക. അതിൽ മീനിങ് എവിടെ എത്താതെ ഡെഡ് എൻഡ് വന്ന് നിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ തൊട്ടടുത്ത ഓപ്ഷൻ ആയിരിക്കും. പിന്നെ സമയം കളയാൻ നിൽക്കണ്ട. ദാറ്റ്സ് ഓൾ. രണ്ടെണ്ണമൊക്കെ ഉള്ളപ്പോൾ എലിമിനേഷൻ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് നോക്കാട്ടോ. ബാക്കിയുള്ളത് അങ്ങനെ വേണം ആൻസറിലോട്ട് പോകാനായിട്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. അടുത്ത ചോദ്യം പിടിച്ചോ. ബാക്ക് ഇൻ ഏപ്രിൽ
starter വന്നിട്ടുണ്ട്. An afternoon walking around the Tillman Sand Ridge Heritage Preserve. I was visiting family in South Carolina and my brother and I spent. നോക്കാം. ആൻസറിലോട്ട് വരട്ടെ കേട്ടോ. ഓക്കെ, പോരട്ടെ ആൻസറിലോട്ട് ഇവിടെ. ബാക്ക് ഇൻ ഏപ്രിൽ ഇവിടെയാണ് നമുക്ക് വന്നേക്കുന്നത്, നോക്കിയോ. ഗസ് ആണ്. ഓക്കെ, നോക്കാം. ഗസ് കറക്റ്റ് ആവുന്നു. ചില സമയം നമ്മുടെ ഗസ് വർക്ക് നമ്മളെ രക്ഷപ്പെടുത്താറില്ലേ. നോക്കാം. ബാക്ക് ഇൻ ഏപ്രിൽ, അപ്പൊ തന്നെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. ടൈം പീരീഡ് എന്താ സംഭവിച്ചത്, ഒരു കഥ പോലെ നമുക്ക് നോക്കാം. ആൻഡ് ആഫ്റ്റർനൂൺ വാക്കിംഗ്. ആഫ്റ്റർനൂൺ വാക്ക് ചെയ്യാന്ന് പറയില്ല അല്ലേ. ആഫ്റ്റർനൂൺ ആര് വാക്ക് ചെയ്യായിരുന്നു? അപ്പൊ എന്തോ ഒരു വാക്കിംഗ് ഉണ്ടല്ലേ അവിടെ. ആര് വാക്കിംഗ് ആയിരിക്കും? നോക്കാം. വാക്കിംഗ് അറൗണ്ട് എന്തോ കൊടുക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആ കഥാപാത്രത്തിലോട്ട് വരണമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ബാക്ക് ഇൻ ഏപ്രിൽ ക്യൂവിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. തിൽമൻ ആൻഡ് സാൻഡ് ഹെറിറ്റേജ് പ്രിസർവ്. ആൻഡ് ആഫ്റ്റർനൂൺ കണക്ഷൻ ഇല്ല, അപ്പൊ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ പിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാക്ക് ഇൻ ഏപ്രിൽ ആൻഡ് ആഫ്റ്റർനൂൺ വാക്കിംഗ് അറൗണ്ട് ഇല്ല, അവിടെ മീനിങ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്ത് കളയാം. ആറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓഫ് കോഴ്സ് ബാക്ക് ഇൻ ഏപ്രിൽ ഐ വാസ് വിസിറ്റിംഗ് ഫാമിലി ഇൻ സൗത്ത് കാരോലിന. ബാക്കി ക്യൂൾ നോക്കണോ? ദ ടിൽമൻ സാൻഡ് ബ്രിഡ്ജ് ഇല്ല, മീനിങ് ഇല്ല, അപ്പൊ അത് കട്ട് ചെയ്ത് കളയാം. ഉറപ്പായിട്ടും ആൻസർ 1 ആണ് അല്ലെ. ബാക്ക് ഇൻ ഏപ്രിൽ ഐ വാസ് വിസിറ്റിംഗ് ഫാമിലി ഇൻ സൗത്ത് കാരോലിന ആൻഡ് മൈ ബ്രദർ ആൻഡ് ഐ സ്പെൻഡ് an afternoon walking around the Tillman Sandridge Heritage Preserve, and that's the answer, first one, of course. അടുത്തോട്ട് പോകാലോ. നെക്സ്റ്റ് വൺ, peer pressure. അട്ടറുണ്ടേ. When it comes to choosing the right course and therefore career path, and lack of guidance are some of the reasons for indecisiveness. ഇവിടെ നമുക്കൊരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ. കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ നോക്കിക്കേ. ആൻഡ് ലാക്ക് ഓഫ് ഗൈഡൻസ് ആർ സം ഓഫ് ദ റീസൺസ് ഫോർ ഇൻഡിസിറ്റീവ്നെസ് അല്ലേ എന്ന് പറയാം. അപ്പൊ RS ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കൂട്ടിക്കൂടെ. RS ഒരു കോമ്പിനേഷനാണ്. പക്ഷെ RS കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എന്തോ ഒരു ഇതും കൂടെ ഉണ്ട്, ആൻഡ് ഉണ്ട്. അപ്പൊ എവിടെ സ്റ്റാർട്ട് ചെയ്യാം? ഉറപ്പായിട്ടും പിയർ പ്രഷർ. രണ്ട് ഇൻഡിസിറ്റീവ്നെസ്സിന്റെ അല്ലെ നമ്മുടെ കൺഫ്യൂഷന്റെ എന്തായാലും കാരണം പിയർ പ്രഷർ ആൻഡ് ലാക്ക് ഓഫ് ഗൈഡൻസ് ആയിരിക്കാം. ആർ സം ഓഫ് ദ റീസൺസ് ഫോർ ഇൻഡിസിറ്റീവ്നെസ്. അതുവരെ ഓക്കെ ആണല്ലോ. അപ്പൊ RSP ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ല RS ഓക്കെ ആണല്ലോ. RS വന്നിട്ട് പിന്നെ P വരാം. വെൻ ഇറ്റ് കംസ് ടു ചൂസിങ് ദ റൈറ്റ് പാത്ത് അല്ല റൈറ്റ് കോഴ്സ് ആൻഡ് ദെയർഫോർ കരിയർ പാത്ത്. ദാറ്റ്സ് ദി ആൻസർ. തേർഡ് വൺ മീനിങ് ആയിട്ടുള്ള അത് മാത്രമേ ഉള്ളൂ. കോമ്പിനേഷൻ RS ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷനിലോട്ട് എത്താൻ നോക്കിയാൽ മതി. ആൻസർ കിട്ടിയല്ലോ. അടുത്തോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bird's heart, lungs and uptake and intensive exertion compared to humans, which enables them to function efficiently at these very high altitudes. Muscles are more efficient for oxygen. Okay. Answer load where?
ഓപ്പണിംഗ് ഉണ്ട്, ബാക്കി നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന ഏതാ നോക്കാം. ഹായ് ഹവ മോളെ. ഓക്കെ, SPQR ആണ് 2, 3 പേര് 4 പേര് പറയുന്നത്. ഓക്കെ, 1 പറയുന്ന ആൾക്കാരാണ്. നോക്കാം. ബേർഡ്സ് ഹാർട്ട്, ലങ്സ് ആൻഡ് muscles are more efficient for oxygen uptake and intensive. അല്ലെ, ഓക്സിജൻ ഇവിടെ അവസാനിച്ചാൽ എന്തായാലും ഓക്സിജൻ എഫിഷ്യൻ്റ്ലി പറയില്ല, ഓക്സിജൻ ടു ഹ്യൂമൻസ് വേണേൽ പറയാം. പക്ഷേ ഓക്സിജൻ ടു ഹ്യൂമൻ SQ ഓപ്ഷൻ ഉണ്ടോ? SQ ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം എസിൻ്റെ കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ എന്തായാലും SP ആയിരിക്കും. ഓഫ് കോഴ്സ് SP ആണ്. ഓക്സിജൻ്റെ കൂടെ ചേരാൻ പറ്റുന്ന SP തന്നെയാണ്, വേറൊരു കോമ്പിനേഷൻ അവിടെ ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് SP ഉള്ള ഓപ്ഷൻ ഏതാ നോക്കാം. SP ഉള്ള ഓപ്ഷൻ 3rd one ആണ്. അപ്പോൾ 3rd one നിൽക്കാം അല്ലേ, 3rd one തന്നെ നിൽക്കാം. ആൻസർ കറക്റ്റ് ആണ് നോക്കാം. ബേർഡ്സ് ഹാർട്ട്, ലങ്സ് ആൻഡ് muscles are more efficient for oxygen uptake and intensive exertion compared to humans. Compared to എന്തായാലും 2 ആണല്ലോ. Humans, which enables them to function efficiently at these very high altitudes. Yes, that's the answer. Okay, good evening Anaka. പോവാം അടുത്തലോട്ട്. Medieval people undertook purify themselves of sin to transform pilgrimages individually, traveling to themselves through a trial of faith. Distance shrines are a penance too. നോക്കാം, ഇവിടേക്ക് വരട്ടെ, ആൻസറിലോട്ട് വരട്ടെ. Medieval people undertook pilgrimages individually, traveling to distant shrines as a penance to purify themselves of sin to transform themselves through a trial of faith. Yes, that's it. അവിടെ ഫുൾ സ്റ്റോപ്പ് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായി അല്ലേ. 4th one ആണ് ആൻസർ. 4th one. 3rd one വരുമോ നോക്കിക്കേ. മെഡിവൽ പീപ്പിൾ അണ്ടർടുക്ക് ഡിസ്റ്റന്റ് ഷ്രൈൻസ്. അണ്ടർടുക്ക് ചെയ്യുക എന്താ അണ്ടർടേക്ക് ചെയ്യുക? ജേർണി, വെഞ്ചർ, അതൊക്കെ പറയാം. അപ്പോൾ പിൽഗ്രിമേജ് ഒരു ജേർണി അല്ലേ, അപ്പോൾ അവിടെ നമുക്ക് ക്യൂവിൽ തന്നെ നിൽക്കണം. അതാണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ, ഇവിടെ തന്നെ വരണം. That's the answer. അടുത്തോട്ട് പോവാം. We looked for strong relationships at locations in the genome that are not well studied in apple and looked for which compounds we could identify and which had nutritional value. ഇവിടെ ഏത് വരും നോക്കിക്കോ, ഓപ്ഷനിലോട്ട് വരും. ഫോർത്ത് വണ്ണിലോട്ട് വരാലോ.
Of course, PQRSI. എന്തുകൊണ്ടാണ് നോക്കിക്കേ. We looked for strong relationship at locations in the genome that are not well studied in apple and looked for which compounds we could identify and which had nutritional value. That's it. Meaningful അല്ലേ? നാലാമത്താണ്. അടുത്തോട്ട് പോലെ എങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ നോക്കാം. The issue of compulsory vaccination is difficult. Multiple interests all protected by human because the governments need to consider rights, law and strike a fair balance between them. Andisha, exam 14 അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ? ആൻസർ പോരട്ടെ. സ്വാതി, നന്ദിഷ, കാണാം ബാങ്കേഴ്സ് ഇടയിലെങ്കിൽ നോക്കുന്നുണ്ട്, രണ്ടിടത്തും ഉണ്ട്. പറഞ്ഞോ. കണക്ഷൻ എവിടെയും ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്, ആൻസർ ഇവിടെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. ദ ഇഷ്യൂ ഓഫ് എന്തിനെ പറ്റിയാണ് പറയുന്നത്? മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ആണോ? അതിനെ പറ്റിയുള്ള ബിക്കോസ് അല്ല, റൈറ്റ്സ് ലോ ആണോ? എന്ത് റൈറ്റ്സ് ലോ? ഹ്യൂമൻ റൈറ്റ്സ് ഇവിടെ ഒരു കണക്ഷൻ വരും അല്ലെ, പ്രൊട്ടക്റ്റഡ് ബൈ ഹ്യൂമൻ റൈറ്റ്സ്. QS തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ടോ? ഹ്യൂമൻ റൈറ്റ്സ്. QS കണക്റ്റഡ് ആണ്. QS ഉള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്യൂ ഓഫ് കഴിഞ്ഞിട്ട് നമുക്ക് Q start ചെയ്യാൻ നോക്കാം. Issue of multiple interest all protected by human rights law and strike a fair balance between them. കഴിഞ്ഞിട്ട് compulsory vaccination meaningful അല്ല, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാം. A തന്നെയാണ് ആൻസർ. PRQS. The issue of compulsory vaccination is difficult because the governments need to consider multiple interests all protected by human rights law and strike a fair balance between them. That's the answer. Okay, അടുത്ത ചോദ്യം. In addition to primary threat becomes readily sea turtle, capture in fishing gear like shrimp, threatened nesting habit, accidental, trolls and gill nets continues to be the. ഇവിടെ നോക്കേ, എന്നിട്ട് ആൻസറിലോട്ട് വരും. ക്ലിയർ ആണോ? എത്താവോ ആൻസറിലോട്ട്? In addition to what? In addition to primary threat ആണോ? In addition to capture in fishing gear ആണോ? In addition to threatened nesting habitat ആണോ? എന്താ അവിടെ വരേണ്ടത് നോക്കിക്കേ. In addition to trolls ആണോ?
എന്താ പറയേണ്ടത്? Third one, in addition to threatened nesting habitat, accidental capture in fishing gear like shrimp, trolls and gill nets continues to be the primary threat to the Kemp's Ridley sea turtle. That's the answer. Okay, അടുത്തോട്ട് പോവാം. The ministry officials recommend the shortlisted names to the award selection committee, sieve through the applicants' credentials and have been working overtime too. ആൻസറിലോട്ട് വരട്ടെ. CRPFന്റെ ഇല്ല കേട്ടോ ബിനീഷേ, നമ്മൾ അതിൻ്റെ ക്ലാസ് ലൈവ് പോകണില്ല. ഞാനത് കണ്ടില്ലടാ, ഞാൻ ഓടിച്ചു വിട്ട് നോക്കുമായിരുന്നു, അപ്പോൾ കണ്ടില്ല. രണ്ടും മാറി മാറി നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ടാണ് സോറി നന്ദിഷ. നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല കേട്ടോ ബിനീഷേ. പക്ഷെ നമ്മൾ നോക്കാം കേട്ടോ, ഞാൻ നോക്കട്ടെ അതിൻ്റെ സെഷൻസിൻ്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് ആലോചിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ഇട് പിള്ളേരെ, ഒക്കെ പറയണോ? യെസ്, SRPF എങ്ങനെ വരാം നോക്കിക്കേ. ദ മിനിസ്ട്രി ഓഫീഷ്യൽസ് ഹാവ് ബീൻ വർക്കിംഗ് ഓവർ ടൈം ടു, അവിടെ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെക്കമെൻഡ് വേണം കൊടുക്കാം, പിയും വേണം കൊടുക്കാം. പക്ഷേ നമുക്കിവിടെ നോക്കാം ഹാവ് ബീൻ വർക്കിംഗ് ഓവർ ടൈം ടു എന്തിനു വേണ്ടിയിട്ട്? ടു സീവ് ത്രൂ ദ അപ്ലിക്കൻസ് ക്രെഡൻഷ്യൽസ് ആൻഡ് റെക്കമെൻഡ് ഷോർട്ട് ലിസ്റ്റഡ്, അല്ലെ രണ്ട് വേർബ് അവിടെ വേണമല്ലോ. ആൻഡ് ഷോർട്ട് ലിസ്റ്റഡ് നെയിംസ് ടു ദ അവാർഡ് സെലക്ഷൻ കമ്മിറ്റി. ദാറ്റ്സ് ദി ആൻസർ. ഓക്കെ, അടുത്തോട്ട് പോകാം. ദ റിസർച്ചേഴ്സ് decision centers called the orbitofrontal analyze the electrical activity recorded cortex and dorsal anterior cingulate cortex from neurons in two of the brains. Researchers കഴിഞ്ഞിട്ട് എന്ത് വരും? ഡിസിഷൻ സെൻറ്റേഴ്സ് വരുമോ, അനലൈസ്ഡ് വരുമോ, കോർട്ടെക്സ് വരുമോ, ഫ്രം ന്യൂറോൺസ് വരുമോ? ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. സ്റ്റാർട്ടിങ് കിട്ടിയാൽ പെട്ടെന്ന് കിട്ടും. സ്റ്റാർട്ടർ ഓൾറെഡി ഉണ്ട്, ആ സ്റ്റാർട്ടറിനെ കണക്ട് ചെയ്യുന്ന ഓർമ്മ കിട്ടിയാൽ ഓക്കെ. ഓക്കെ ഓക്കെ അല്ല അല്ലേ, നമ്മൾ അത് ചെയ്യാം കേട്ടോ. ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്ററിൻ്റെ ഓക്കെ ഒരു വീഡിയോ ചെയ്യാം. ഏതിലോട്ട് വരണം ഇവിടെ? ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ക്യൂ ഫസ്റ്റ് വൺ ആണ് ക്യൂ. യെസ്, റിസർച്ചേഴ്സ് അനലൈസ്ഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡഡ് ഫ്രം ന്യൂറോൺസ് ഇൻ ടു ഓഫ് ദ ബ്രെയിനിന്റെ ഡിസിഷൻ സെന്റേഴ്സ് കോൾഡ് ദ orbitofrontal cortex and dorsal anterior cingulate cortex. That's it. That's the answer. അടുത്തോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ SSC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ CGLന്റെ ബാച്ചിന് വേണ്ടിയിട്ട് CGL പഠിച്ച് അവസാന ഇതിലോട്ട് നിൽക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ CHSL എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ എക്സാം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ SSC MTS വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. നമ്മൾ ക്ലാസ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ജൂലൈ 4-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഡ് അപ്ലൈ ചെയ്യാം. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്ത് 2240 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആകും കേട്ടോ. അതുപോലെ നമുക്ക് ബാങ്കിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ബാങ്കിങ് സെക്ടറിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ
മറക്കണ്ട, നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. 2150 രൂപയ്ക്ക് നിങ്ങൾക്ക് IBPS ക്ലർക്ക് അതുപോലെ തന്നെ POയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ടെലിഗ്രാം ചാനലുണ്ട്, അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, മെൻറ്റർ സപ്പോർട്ടൊക്കെ ഉണ്ട്. കൂടാതെ മോക്ക് ടെസ്റ്റുകൾ കൂടിയിട്ടുണ്ട് ഈ ബാച്ചിൽ. അപ്പോൾ നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇതിൽ പറ്റും. മറക്കണ്ട കേട്ടോ. അപ്പോൾ കോഡ് അപ്ലൈ ചെയ്യുന്ന മറക്കണ്ട, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി, Y314. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വിത്തിൻ an hour he was in jail. He made, ഇത് പക്ക സെന്റൻസ് അറിയാം, ഇതുവരെ പാരജമ്പിൾസ് നമ്മൾ നോക്കിയാൽ. ഇനി സെന്റൻസിലോട്ട് പോവാണ്, സെന്റൻസ് റീഅറേഞ്ച്മെന്റിലോട്ട്. വിത്തിൻ an hour he was in jail. He made no attempts to hide his identity and even looked directly into the security camera and smiled. On Jan 6, 1995, MacArthur Wheeler boldly robbed 2 banks in broad daylight with no disguise. By 11 at night, his picture was all over the news, leading an informant to identify no Wheeler to the police. ആൻസറിലോട്ട് വരട്ടെ. സോറി, Wheeler 2 ആണ്. ഐഡന്റിഫൈ Wheeler to the police ആണ്. ഓക്കെ, പറയൂ, ആൻസറിലോട്ട് വരട്ടെ. കഥ പോലെയാണ്, നിങ്ങൾക്ക് അതിന്റെ സ്റ്റാർട്ടിങ് കിട്ടുമോ നോക്കാം. യെസ്, വിത്തിൻ an hour he was in. he എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. he made പറ്റില്ല. നമുക്ക് എന്തിൽ തുടങ്ങണം? ആറിൽ തന്നെ തുടങ്ങണം അല്ലേ? ബിക്കോസ് ആ പുള്ളിക്കാരുടെ പേര് വെച്ച് വേണ്ട തുടങ്ങാൻ, നൗൺ വെച്ച് തുടങ്ങണം. സോ സ്റ്റാർട്ടിങ് എന്തായാലും 6 ആയിരിക്കും. 6 വെച്ചിട്ട് 2 ഉണ്ട്, എസും പിയും നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങും. 6 കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഓൺ Jan 6, 1995, MacArthur Wheeler boldly robbed 2 banks in broad daylight with no disguise. ഓക്കെ, കഥ തുടങ്ങുകയാണ്. പുള്ളി റോബ് ചെയ്തു. അതിന് ശേഷം എന്ത് സംഭവിച്ചു? he made no attempts to hide his identity ആണോ, അതോ വിത്തിൻ an hour he was in jail ആണോ? അല്ല, അതിന് മുമ്പ് പുള്ളി എന്ത് ചെയ്തെന്നുള്ള കൊടുത്തിട്ടുണ്ട് അല്ലേ? he made no attempts to hide his identity and even looked directly into the security camera and smiled. അത് കഴിഞ്ഞിട്ടാണ് സംഭവം നടക്കുന്നത്. by 11 at night his picture was all over the news, leading an informant to identify Wheeler to the police. അതിന് ശേഷം within an hour he was in jail. that's the answer, third one അല്ലേ? that's it, സിമ്പിൾ ആണല്ലോ. അടുത്തോട്ട് പോകാം. വലുതാണെങ്കിൽ സംഭവം സിമ്പിൾ ആണ്, നിങ്ങൾ ഓർത്തോളാം. അടുത്ത ക്വസ്റ്റ്യൻ. Basically, smart farming is applying information and data technologies for optimizing complex farming systems. With these tools, farmers can monitor field conditions without going to the field. The focus is on access to data and how farmers can use the collected information intelligently. The technology used in smart farming range from IoT and robotics to drones and AI. ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. സ്റ്റാർട്ടിങ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നോക്കാം. ചിലപ്പോൾ കണക്ഷനുള്ള കാര്യം കണ്ടുപിടിക്കാം. എവിടെയാണെങ്കിലും നോക്കിയോ. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ഗോ. നോക്കാം.
സ്റ്റാർട്ടിങ് എന്തിൽ വരും? പിയിൽ വരും അല്ലേ? ബേസിക്കലി സ്മാർട്ട് ഫാമിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്മാർട്ട് ഫാമിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ സപ്ലൈങ് ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ ടെക്നോളജീസ് ഫോർ ഒപ്റ്റിമൈസിങ് കോംപ്ലക്സ് ഫാമിംഗ് സിസ്റ്റംസ്. അതിനുശേഷം എന്ത് വരണം? പി കഴിഞ്ഞിട്ട് PR വരോ PQ വരോ? വിത്ത് ദീസ് ടൂൾസ്. ഈ ടൂൾസ് എന്ന് പറയുന്ന ടൂൾസിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ടൂൾസിനെ പറ്റി പറയാൻ പോകണേ ഉള്ളൂ. അപ്പോൾ എന്താ ടൂൾസ്? ദ ഫോക്കസ് ഈസ് ഓൺ ആക്സസ് ടു ഡേറ്റ ആൻഡ് ഹൗ ഫാമേഴ്സ് ക്യാൻ യൂസ് ദി കളക്റ്റീവ് ഇൻഫർമേഷൻ ഇന്റലിജന്റ്ലി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തിലോട്ട് വരാൻ വേണ്ടിയിട്ട്? ദ ടെക്നോളജി യൂസ്ഡ് ഇൻ സ്മാർട്ട് ഫാമിംഗ് റേഞ്ച് ഫ്രം IoT ആൻഡ് റോബോട്ടിക്സ് ടു ഡ്രോൺസ് ആൻഡ് ഇത്. അപ്പോൾ ഈ ടൂൾസിനെ പറ്റിയാണ് പറയുന്നത് ആണല്ലോ. എന്നിട്ട് അവസാനിപ്പിക്കുന്നു വിത്ത് ദീസ് ടൂൾസ്. ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫാമേഴ്സ് ക്യാൻ മോണിറ്റർ ഫീൽഡ് കണ്ടീഷൻസ് വിതൗട്ട് ഗോയിങ് ടു ദ ഫീൽഡ്. ആണല്ലോ, ഗസ്റ്റ് ആണ്. ആൻഡ് ദാറ്റ്സ് എ റൈറ്റ് വൺ. PRSQ. ആൻസർ PRSQ ആണ് കേട്ടോ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത് നോക്കാം. Honey ants are common in deserts and other arid climates around the world. They are part of the worker caste of honey ants. Other castes include soldiers who protect the colony from predators, and the queen usually is the mother of all other ants in the colony. Only some honey ants become living larders. നോക്കണേ, ആൻസറിലോട്ട് വരിക. എവിടെയാണ് ഇത് വരിക നോക്ക്. സ്റ്റാർട്ടിങ് എന്തായിരിക്കും വരുന്നത് ആലോചിച്ച് നോക്കിയേ. സ്റ്റാർട്ടിങ് നോക്കി കിട്ടും ഇവിടെ. അത് സിമ്പിൾ ആണിത്. സ്റ്റാർട്ടിങ് A അല്ലേ വരുന്നത്? അല്ല, P അല്ലേ വരുന്നത്? ഹണി ആൻസ് അതിനെ പറ്റിയല്ല പറയണേ. അപ്പോൾ അതിനെ വെച്ചുള്ള ഒരു സെൻറ്റൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഹണി ആൻസ് കോമൺ ഇൻ ഡെസേർട്സ് ആൻഡ് അതർ അരിഡ് ക്ലൈമറ്റ്സ് അറൗണ്ട് ദി വേൾഡ്. പിന്നെ അവർ ഓൺലി കുറച്ച് മാത്രം ലിവിങ് ലാഡേഴ്സിൽ വരും. എന്നാൽ അതേപോലെ തന്നെ അവർ വർക്കർ കാസ്റ്റിലെ ഭാഗമാണ്. ആൻഡ് അതർ കാസ്റ്റ് സോൾജേഴ്സ് ഉണ്ട്, പിന്നെ ക്വീൻ ഉണ്ട്. അങ്ങനെ ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ കാറ്റഗറി പോവാണ്. PSQR തേർഡ് വൺ യെസ്. അടുത്തോട്ട് പോവാം. She participates in several functions and musical shows and receives accolades for her singing. Vinita has a very sweet voice and which has inspired her to adopt singing as a profession. She can also play musical instruments such as the sitar and the harmonium. Now she has opened a music school to train young singers. എവിടെ സ്റ്റാർട്ട് ചെയ്യാം? സിമ്പിളാണ്. ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആണ്. ഇത് PYQ ആണ് കേട്ടോ. കഴിഞ്ഞ തവണത്തെ SSCയിൽ വന്നൊരു ചോദ്യമാണ്. ഓഫ് കോഴ്സ് നമുക്ക് എന്ത് കൊടുക്കാം? സ്റ്റാർട്ടിങ് ഷീ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? എല്ലായിടത്തും ഷീയാ വന്നേക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന വിനീത എന്ന നൗൺ വെച്ച് തന്നെ തുടങ്ങണം അല്ലേ? നൗൺ വെച്ച് തന്നെ തുടങ്ങുക. വിനീത എന്ന് പറയുന്ന നൗൺ വെച്ച് തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷൻ നമുക്കുള്ളൂ. B വെച്ച് തുടങ്ങുന്ന ഒരേ ഓപ്ഷൻ, ദാറ്റ് ഈസ് BACD. അത് തന്നെ അല്ലേ? BACD അപ്പോൾ ആൻസർ. വേറെ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ആൻസർ കിട്ടും. വിനീത ഹാസ് എ വെരി സ്വീറ്റ് വോയിസ് അല്ലേ? വിനീതയെ പറ്റി പറയുന്നു. അതിനുശേഷം അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് ഫംഗ്ഷൻസിൽ അല്ലേ? മാത്രമല്ല അവൾ എന്ത് പഠിച്ചു? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൾ മ്യൂസിക് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ. The division was usually based on temperature, which allows for different vegetation growth. Coppens ശരിക്കും ഇതിൻ്റെ ഇതെന്ന് ഓപ്പൻസ് ആണെന്ന്. ഓപ്പൻസ് മാപ്പ് use different colors and shades to represent the different climate zones of the world. Vladimir Oppen developed a climate classification system at the end of the 19th century.
The system divides the world into 5 climate zones. Okay. Answer load vara. Starting ഏതാ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയിലോട്ട് പോകാം. സ്റ്റാർട്ടിങ് ആറിലാണെന്ന് മനസ്സിലായി കാണുമല്ലോ. കാരണം വ്ളാഡിമിർ ഓപ്പൻ എന്ന് പറയുന്ന ഈ നൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റാർട്ടിങ്ങിൽ 6 വരുമ്പോൾ 2 ഓപ്ഷൻ നമുക്കുള്ളൂ. RSPQ അല്ലെങ്കിൽ RPQS ആണ്. അവിടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് S വരുമോ അതോ P വരുമോ നോക്കാം. S ആണെങ്കിൽ ദി സിസ്റ്റം ഡിവൈഡ്സ് എ വേൾഡ് ഇൻടു 5 ക്ലൈമറ്റ് സോൺസ്. P ആണെങ്കിൽ ദി ഡിവിഷൻ വാസ് യൂഷ്വലി ബേസ്ഡ് ഓൺ ആ ഡിവിഷനെ പറ്റിയാണ് പറയുന്നത്. അത് ബേസ്ഡ് ഓൺ അതിന്റെ റീസൺസ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് പറയാണ്. ഡിവിഷനെ പറ്റി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഏത് വരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഓഫ് കോഴ്സ് RSPQവിൽ പോകാം. കാരണം എന്തുകൊണ്ടാ നോക്കിക്കേ, ആദ്യം നമ്മൾ പറയുന്നു പുള്ളിക്കാരനാണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്ന്. ഈ സിസ്റ്റം ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ആ സിസ്റ്റത്തിന്റെ ബാക്കിയല്ലേ. അപ്പോൾ ആ സിസ്റ്റം ഡിവൈഡ്സ് ഇൻടു 5 ക്ലൈമറ്റ് സോൺസ്. അതിന് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ വിച്ച് അലോസ് ഫോർ ഡിഫറെന്റ് വെജിറ്റേഷൻ ഗ്രോത്ത്. പിന്നെ ഹി യൂസ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ഷെയ്ഡ്സ് ടു റെപ്രസെന്റ് ഡിഫറെന്റ് ക്ലൈമറ്റിക് സോൺസ് ഓഫ് ദ വേൾഡ്. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ദി ആൻസർ. ക്ലിയർ ആണേ? അടുത്തത്. It is considered the biggest carnival event in the world. Rio Carnival is celebrated every year before Lent. A typical Rio Carnival is filled with floats, revelers, and adornments from numerous samba schools in Rio. Every school is specially ordered to follow their parade entries. Ever starting? ഓപ്പണിംഗ് ഏതായിരിക്കും? എന്തായാലും ഡിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. റയോ കാർണിവലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് റയോ കാർണിവലിനെ പറ്റിയാണ്. അപ്പോൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്യാം. എ എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ റയോ കാർണിവൽ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ബിഫോർ ലെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു. ഇറ്റ് ഈസ് കൺസിഡർ ദ ബിഗ്ഗസ്റ്റ് കാർണിവൽ ഇൻ ദ വേൾഡ് ആണോ അതോ എ ടിപ്പിക്കൽ റയോ കാർണിവൽ ഈസ് ഫിൽഡ് വിത്ത് ഫ്ലോട്ട്സ് റെവലേഴ്സ് എന്നൊക്കെ പറയണം. ഡിസ്ക്രിപ്ഷനോട് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും പറയണം അല്ലേ, അതൊരു ബിഗ്ഗസ്റ്റ് കാർണിവൽ ആണെന്ന് പറഞ്ഞിട്ട് വേണം അതിന്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാൻ. എന്തുകൊണ്ട് അത് ബിഗ്ഗസ്റ്റ് ആവുന്നു? കാര്യം അതിൽ ഫ്ലോട്ട്സ് ഉണ്ട്, റെവലേഴ്സ് ഉണ്ട്, അഡോൺമെന്റ്സ് ഉണ്ട് ഫ്രം ന്യൂമറസ് സംബ സ്കൂൾസ് ഇൻ റയോ അല്ലേ. അപ്പൊ എന്തായാലും BACD ആണ് ആൻസർ. ദാറ്റ് എവറി സ്കൂൾ ഇസ് സ്പെഷ്യലി ഓർഡേർഡ് ടു ഫോളോ ദെയർ പാരഡ് എൻട്രീസ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? അടുത്തോട്ട് പോകും അങ്ങനെയാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On my way to school, I met my uncle who had returned from England. Then I invited him to my place. He was very pleased to see me and asked about my parents. On he asking me, on he asking me about my parents, yes, I told him my father recalls him frequently. എവിടെ വരണം നോക്കിയോ? സ്റ്റാർട്ടിങ് എന്തായിരിക്കും എന്ന് ആലോചിച്ചു കേട്ടോ, എന്നിട്ട് വരാം.
Of course. നമുക്ക് എവിടെ തുടങ്ങാം? On my way to school, I met my uncle who had returned from England. എയിൽ തുടങ്ങാം. എയിൽ രണ്ടെണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് then I invited him to my place ആണോ അതോ പുള്ളിയെ പറ്റിയാണ് പറയുന്നത് അല്ലെ? പുള്ളിയാണ് കഥാപാത്രം. അപ്പോൾ പുള്ളിയെ പറ്റി തന്നെയാണ് പറഞ്ഞത്. He was very pleased to see me and asked about my parents. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേരൻസ് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളിയോട് എൻ്റെ പ്ലേസിലോട്ട് പുള്ളിയെ ഇൻവൈറ്റ് ചെയ്തു. അത്രയും. ഓക്കെ. അപ്പോൾ